ഹലോ ഡിയർ CM Kids LSS മോഡൽ എക്സാമിനേഷൻ പേപ്പർ 1 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ. ഫസ്റ്റിൽ മലയാളത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ തെറ്റായ ജോഡി ഏത്? ആശംസ വൈലോപ്പള്ളി, പാവയോണ് VM ഗിരിജ, സമഭാവന സഹോദരൻ അയ്യപ്പൻ, കാട്ടിലോടുന്ന തീവണ്ടി വിഷ്ണുപ്രസാദ്. ഇതിൽ തെറ്റായ ജോഡി ഏതാണ്? ഓപ്ഷൻ ഡി, കാട്ടിലോടുന്ന തീവണ്ടി വിഷ്ണുപ്രസാദാണ് തെറ്റായ ജോഡി. നെക്സ്റ്റ്, ആശയം 1, ലോകമാകെ ഒരു വീടാണ്, ആകാശമാകുന്ന വലിയ കുടയുടെ കീഴിലുള്ള ഒരു വീട്. ഇനി ആശയം 2, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാം ഒറ്റ നൂലിൽ കോർത്ത് പല വർണ്ണങ്ങളിലുള്ള പട്ടങ്ങളാണ്. മേൽ സൂചിപ്പിച്ച ആശയങ്ങൾ പാഠപുസ്തകത്തിലെ രചനകളിലൂടെ നാം പരിചയപ്പെട്ടിരുന്നല്ലോ. അവ യഥാക്രമം താഴെ കൊടുത്തതിൽ ഏതൊക്കെയാണ്? ഇഷ്ടം, യുദ്ധം അത്ര നല്ലതല്ല, ഭാവജീവനെ കാക്കുന്നു, ഹലോ ഉറക്കെ പാടൂ, ഹലോ ഉറക്കെ പാടൂ, തെയ്യത്തിന്തക, ഭാവജീവനെ കാക്കുന്നു, ഇഷ്ടം. ഓപ്ഷൻ ബി, ഭാവജീവനെ കാക്കുന്നു, ഹലോ ഉറക്കെ പാടൂ ആണ് ശരിയായ ആൻസർ. നെക്സ്റ്റ്, അവരുടെ തീരുമാനത്തോട് അയാൾ നീരസം പ്രകടിപ്പിച്ചു. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം താഴെ കൊടുത്തവയിൽ ഏതാണ്? നീരസം എന്ന വാക്കിൻ്റെ അർത്ഥം ഇതിൽ ഏതാണ്? അതൃപ്തി. ഓപ്ഷൻ ഡി, അതൃപ്തി വ്യക്തമാക്കി എന്നതാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ കൊടുത്ത പദങ്ങളിൽ ശരിയായി എഴുതിയ പദങ്ങൾ ഏതൊക്കെ? നിങ്ങൾ വായിച്ചു നോക്കുക. ഇതിൽ ശരിയായി എഴുതിയ പദങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തേതും സായാഹ്ന സഭ, പിന്നെ 4-മത്തെ പ്രഖ്യാപനം എന്നും എഴുതിയതുമാണ് ശരിയായിട്ട് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഏതാണ് ഓപ്ഷൻ 1ഉം 4ഉം ശരിയായിട്ട് വരുന്നത്? ഏതാണ് ഓപ്ഷൻ സി ആണ് അല്ലേ? 1ഉം 4ഉം ശരി. അപ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ സിയിലാണ് ടിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, കാലുന്നുളുക്കി പിരിച്ചെഴുതിയാൽ, കാലുന്നുളുക്കി എന്നുള്ള വാക്ക് പിരിച്ചെഴുതി കഴിഞ്ഞാൽ എങ്ങനെയാണ്? കാല് പ്ലസ് 1 പ്ലസ് ഉളുക്കി. അപ്പോൾ ഓപ്ഷൻ എ തന്നെയാണ് കറക്റ്റ് ആൻസർ അല്ലേ? അപ്പോൾ ഇത് പിരിച്ചെഴുതി കഴിഞ്ഞാൽ, ഈ വാക്ക് പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നെക്സ്റ്റ്, താഴെ കൊടുത്ത വാക്യത്തിൽ അനുയോജ്യമായ ക്രമത്തിൽ എഴുതിയ ചിഹ്നങ്ങളുടെ കൂട്ടം ഏത്? അയാൾ മാനത്തേക്ക് നോക്കി. ഇനി അവിടെ നിങ്ങളൊരു ചിഹ്നം ഇടണം. അയാൾ മാനത്തേക്ക് നോക്കി കഴിഞ്ഞിട്ട് അതൊരു സെൻറ്റൻസ് അവിടെ തീർന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഫുൾ സ്റ്റോപ്പാണ് വേണ്ടത്. ഇനി മരങ്ങൾക്കിടയിൽ അവിടെ ഒരു കോമ കൊടുക്കാം അല്ലേ? വലിയൊരു വെള്ളിത്തൊട്ട്. അപ്പോൾ ഇവിടെ ഒരു ആശ്ചര്യചിഹ്നമാണ് വേണ്ടത് ലാസ്റ്റ്. അപ്പോൾ അത് ഏത് ഓർഡറിലാണ് വരുന്നത്? ഫസ്റ്റിൽ ഫുൾ സ്റ്റോപ്പ്, പിന്നെ കോമ, പിന്നെ എക്സ്ക്ലമേഷൻ മാർക്ക് അല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അല്ലേ? രണ്ടാമത്തെ ഓപ്ഷൻ ബിയിൽ ഫസ്റ്റിൽ കോമയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ അത് ശരിയല്ല അല്ലേ? 3-മത്തേതും ശരിയല്ല, 4-മത്തേതും ശരിയല്ല അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ചിറകുമുളച്ചു എന്ന പ്രയോഗം തെറ്റായി ഉപയോഗിച്ച വാക്യമേത്? എൻ്റെ ഭാവനയ്ക്ക് ചിറകുമുളച്ചപ്പോൾ ഞാൻ നല്ലൊരു കവിത എഴുതി. അത് ശരിയാണല്ലേ? പുതിയൊരു സൈക്കിൾ കിട്ടിയപ്പോൾ എൻ്റെ യാത്രാമോഹത്തിന് ചിറകുമുളച്ചു. അതും ശരിയാണ്. പരീക്ഷയിൽ പരാജയപ്പെട്ടപ്പോൾ അമ്മ വഴക്കു പറഞ്ഞത് കേട്ട് അവളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുമുളച്ചു. അത് തെറ്റാണല്ലേ? അപ്പോൾ ഏതാണ് തെറ്റായി ഉപയോഗിച്ച വാക്യം? ഓപ്ഷൻ സി ആണല്ലേ? ഇനി ഡിയും ശരിയാണ്. പട്ടാളക്കാരനാകണമെന്ന മോഹത്തിന് ചിറകുമുളച്ചപ്പോൾ അവൻ നന്നായി പ്രയത്നിച്ചു. അതും ശരിയാണല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായി ഉപയോഗിച്ച വാക്യം. അപ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ സിക്കാണ്. നെക്സ്റ്റ്, നല്ല ചന്തമാറിക്കാറ്റ്, നല്ല നല്ല ചന്തമാളിക്കാറ്റ്, ഈ ഗോത്ര കവിത ഏത് ഭാഷയിൽ എഴുതിയതാണ്? ഓപ്ഷൻ സി, കൊങ്ങിണിയാണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കുറുമ്പിപ്പയ്യ് എന്ന കവിതയുടെ താളം? ഓപ്ഷൻ ബി, താരാട്ടാണ്. നെക്സ്റ്റ്, നക്ഷത്രങ്ങളിലേക്ക് മിഴിയുയർത്തുക എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്? മുകളിലേക്ക് നോക്കുക, രാത്രിയിൽ ആകാശം നിരീക്ഷിക്കുക, കൂടുതൽ ഉയരത്തിലേക്ക് സഞ്ചരിക്കുക, വലിയ സ്വപ്നങ്ങൾ കാണുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ്, വലിയ സ്വപ്നങ്ങൾ കാണുകയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ. നെക്സ്റ്റ്, ഇംഗ്ലീഷ്. റീഡ് ദ പാസേജ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. പാസേജ് വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ഇൻ എ സ്മോൾ വില്ലേജ്, ഒരു ചെറിയ ഗ്രാമത്തിൽ, യങ് ചൈൽഡ് നോട്ടീസ് ദാറ്റ്, ഒരു ചെറിയ കുട്ടി നോട്ടീസ് ചെയ്തു, സം ഫാമിലീസ് ഡിഡ് നോട്ട് ഹാവ് ഇനഫ് ഫുഡ്, ചില ഫാമിലീസിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം കിട്ടുന്നില്ല എന്ന് മനസ്സിലാക്കി. ഇൻസ്റ്റെഡ് ഓഫ് ഇഗ്നോറിങ് ദ പ്രോബ്ലം, ആ പ്രശ്നം ഇഗ്നോർ ചെയ്യുന്നതിന് പകരം, തള്ളിക്കളയുന്നതിന്, അതായത് കണ്ടില്ല എന്ന് നടിക്കുന്നതിന് പകരം, ദ ചൈൽഡ് ഡിസൈഡഡ് ടു ഹെൽപ്പ്, കുട്ടി എന്ത് തീരുമാനിച്ചു? അവരെ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ദ ചൈൽഡ് സ്പോക്ക് ടു ഫ്രണ്ട്സ്, കുട്ടി ഫ്രണ്ട്സിനോട് പറഞ്ഞു, ആൻഡ് നൈബേഴ്സ്, അയൽവാസികളോട് പറഞ്ഞു, ആൻഡ് ആസ്ക്ഡ് ദം ടു ഷെയർ എ ലിറ്റിൽ ഫുഡ് ഫ്രം ദെയർ ഹോംസ്, അവരോട് അവരുടെ വീട്ടിലുള്ള കുറച്ച് ഫുഡ് ഷെയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സൂൺ
റൈസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വർ കളക്റ്റഡ്. അങ്ങനെ പെട്ടെന്ന് തന്നെ റൈസ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ കളക്ട് ചെയ്തു. എവറി ആഫ്റ്റർനൂൺ, അങ്ങനെ എല്ലാ ദിവസവും വൈകുന്നേരം, ദ ചൈൽഡ് ആൻഡ് ഫ്രണ്ട്സ്, കുട്ടിയും കൂട്ടുകാരും, ക്യാരിഡ് ദ ഫുഡ് ടുഗദർ ആൻഡ് ഗേവ് ഇറ്റ് ടു ദ നീഡി ഫാമിലീസ്, ഫുഡ് കൊണ്ടുവന്നിട്ട് ആവശ്യമുള്ള ഫാമിലീസിനൊക്കെ കൊടുക്കും. നോ വൺ ആസ്ക്ഡ് ഫോർ പ്രൈസ് ഓർ റിവാർഡ്, ആരും തന്നെ പ്രൈസോ റിവാർഡോ ഒന്നും ചോദിച്ചില്ല. ദ ചൈൽഡ് ഫെൽറ്റ് ഹാപ്പി, കുട്ടിക്ക് സന്തോഷമായി. ബിക്കോസ്, കാരണം എന്താണ്? ഹെൽപ്പിംഗ് അതേഴ്സ് ബ്രോട്ട് ജോയ് ആൻഡ് ഹോപ്പ് ടു ദ വില്ലേജ്, മറ്റുള്ളവരെ സഹായിച്ചത് ആ വില്ലേജിലേക്ക് ഹോപ്പ്, പ്രതീക്ഷയും പിന്നെ സന്തോഷമൊക്കെ കൊണ്ടുവന്നു. സ്ലോലി ദ പീപ്പിൾ ലേൺ ദാറ്റ്, പതുക്കെ ആൾക്കാർ ജനങ്ങൾ തിരിച്ചറിഞ്ഞു, മനസ്സിലാക്കി, പഠിച്ചു എന്താണ്? ദാറ്റ് ഷെയറിങ് ആൻഡ് ടീം വർക്ക് കുഡ് ചേഞ്ച് ലൈഫ്സ്, ഷെയറിങ്ങും ടീം വർക്കും നമ്മുടെ ജീവിതം മാറ്റിമറിക്കുമെന്ന്. നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ മെയിൻ മെസ്സേജ് ഓഫ് ദ പാസേജ്, ഈ പാസേജിലെ മെയിൻ മെസ്സേജ് എന്താണ്? അപ്പോൾ നിങ്ങൾ പാസേജ് നന്നായിട്ട് വായിക്കുക, എന്നിട്ടാണ് ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ടത്. അപ്പോൾ എന്തൊക്കെയുണ്ട്? ചിൽഡ്രൻ ഷുഡ് കളക്ട് ഫുഡ്, വില്ലേജ് ഫേസ് മെനി പ്രോബ്ലം, അതുമല്ല ഷെയറിങ് ആൻഡ് കൈൻഡ്നെസ് ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. ഇതാണ് ഈ പാസേജിൽ നിങ്ങൾക്ക് കിട്ടിയ മെസ്സേജ്, ഇതാണ് അല്ലേ? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഷെയറിങ് ആൻഡ് കൈൻഡ്നെസ് ക്യാൻ ഹെൽപ്പ് അതേഴ്സ്. ഷെയറിങ്ങും കൈൻഡ്നെസ്, ദയയും നമ്മൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി സാധിക്കുമല്ലേ? നെക്സ്റ്റ്, ദ വേർഡ് കളക്റ്റഡ് ഇൻ ദ പാസേജ് മീൻസ്, ഈ പാസേജിൽ കളക്റ്റഡ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ഗ്യാതേർഡ് ആണ് കളക്റ്റഡ് എന്ന വാക്കിൻ്റെ അർത്ഥമായിട്ട് വരുന്നത്. സ്വരൂപിക്കുക, ഓരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്ത് ഒരുമിപ്പിക്കുക, ഇങ്ങനെയൊക്കെയാണ് മീനിങ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ട്രൂ അക്കോർഡിംഗ് ടു ദ പാസേജ്. പാസേജിൻ്റെ അടിസ്ഥാനത്തിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ടിക്ക് ചെയ്യുക. ദ ചൈൽഡ് ഇഗ്നോർഡ് ദ പ്രോബ്ലം ബിക്കോസ് ഇറ്റ് വാസ് ഡിഫിക്കൾട്ട് ടു സോൾവ്. കുട്ടി ഇഗ്നോർ ചെയ്തോ പ്രോബ്ലം? അത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്, ബുദ്ധിമുട്ടായതുകൊണ്ട്? ഇല്ല അല്ലേ, അത് തെറ്റാണല്ലേ. അപ്പോൾ നിങ്ങൾ ട്രൂ ആണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. അപ്പം ഇതിനല്ല. നെക്സ്റ്റ് ബി എന്താണ്? ദ ചൈൽഡ് കളക്റ്റഡ് ഫുഡ് അലോൺ വിത്തൗട്ട് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. കുട്ടി ഒറ്റക്കാണ് ഭക്ഷണം കൊണ്ടുവന്നത്, അതും ശരിയല്ല അല്ലേ. ദ പീപ്പിൾ ഹെൽപ്ഡ് ഓൺലി ടു ഗെറ്റ് പ്രൈസ് ആൻഡ് റിവാർഡ്. ജനങ്ങൾ സഹായിച്ചു എന്തിനു വേണ്ടി മാത്രം? പ്രൈസിനും റിവാർഡിനും വേണ്ടി മാത്രം സഹായിച്ചു, അതും ശരിയല്ല അല്ലേ. ദ ചൈൽഡ് ആൻഡ് ഫ്രണ്ട്സ് ഷെയർഡ് ഫുഡ് വിത്ത് നീഡി ഫാമിലീസ് എവരി ആഫ്റ്റർനൂൺ. എല്ലാ ദിവസവും വൈകുന്നേരം കുട്ടിയും കൂട്ടുകാരും കൂടിയിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ട് ഷെയർ ചെയ്തു, അത് ശരിയാണല്ലേ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ബിലോ. ചൂസ് ദ കറക്റ്റ് ഓർഡർ ഇൻ വിച്ച് ദ ഇവൻറ്റ്സ് ഹാപ്പൻ ഇൻ ദ പാസേജ്. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിക്കുക, അത് പാസേജിൽ സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ സെൻറ്റൻസ് റീഅറേഞ്ച് ചെയ്യുക. ഇവിടെ ഫസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഫുഡ് വാസ് ഗിവൺ ടു ദ നീഡി ഫാമിലീസ്, ഭക്ഷണം ആവശ്യമായിട്ടുള്ള ഫാമിലീസിന് കൊടുത്തു. നെക്സ്റ്റ്, ദ ചൈൽഡ് സ്പോക്ക് ടു ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ് ഫോർ ഹെൽപ്പ്. കുട്ടി അയൽവാസികളോടും സുഹൃത്തുക്കളോടും സഹായത്തിന് വേണ്ടി പറഞ്ഞു. ദ ചൈൽഡ് നോട്ടീസ് ദാറ്റ് സം ഫാമിലീസ് ലാക്ക്ഡ് ഫുഡ്. കുട്ടി തിരിച്ചറിഞ്ഞു ചില ഫാമിലീസിന് ഫുഡ് കിട്ടുന്നില്ല എന്നത്. അപ്പോൾ ഇതാണ് സി ആണ് ഫസ്റ്റിൽ വേണ്ടത് അല്ലേ. റൈസ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് വെർ കളക്റ്റഡ്. റൈസും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കളക്ട് ചെയ്തു, അതാണ് നാലാമത് വരുന്നത്. അപ്പോൾ ഫസ്റ്റിൽ വേണ്ടത് നമ്മൾക്ക് കിട്ടി, ഏതാണ്? സി ആണല്ലേ ഫസ്റ്റിൽ വേണ്ട സെൻറ്റൻസ്. ഇനി നെക്സ്റ്റ് നോക്കാം, ബി ആണല്ലേ. എന്നിട്ട് എന്ത് ചെയ്തു? ചൈൽഡ് സ്പോക്ക് ടു ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ് ഫോർ ഹെൽപ്പ്. അയൽവാസികളോടും ഫ്രണ്ട്സിനോടൊക്കെ സഹായത്തിനായി പറഞ്ഞു. ഇനി നെക്സ്റ്റ് ഏതാണ്? ഡി ആണല്ലേ, റൈസും വെജിറ്റബിൾസൊക്കെ കളക്ട് ചെയ്തു. ഇനി ലാസ്റ്റ് വേണ്ടത് എ ആണ്. അപ്പോൾ ഈ ഓർഡറിൽ വരുന്നത് ഓപ്ഷൻ എ ആണല്ലേ. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, വെൻ എ സൗണ്ട് വാസ് ലേൺ ഫ്രം ഔട്ട്സൈഡ് ദ ലിറ്റിൽ ഗേൾ ലുക്ക്ഡ് സീക്രട്ട്ലി ത്രൂ ദ വിൻഡോ. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലുക്ക്ഡ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വാക്ക് നിങ്ങൾ കണ്ടല്ലോ, ലുക്ക്ഡ്. ഫൈൻഡ് അനദർ വേർഡ് ഫോർ ദ അണ്ടർലൈൻ വേർഡ്. ഈ അണ്ടർലൈൻ ചെയ്ത വാക്കിന് പകരം മറ്റൊരു വാക്ക് കണ്ടെത്താനാണ്. അതായത് ലുക്ക്ഡിൻ്റെ മീനിങ് വരുന്ന വാക്ക് ഇതിൽ നിന്ന് താഴെ കൊടുത്തതിൽ നിന്ന് കണ്ടെത്താൻ വേണ്ടി. പുൾഡ് ഔട്ട് അല്ല, പീപ്ഡ് ഔട്ടാണ് ഓപ്ഷൻ ബി. പീപ്ഡ് ഔട്ട്, എത്തി നോക്കി, അതാണ് കറക്റ്റായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ സ്പ്രെഡ് ഔട്ട്, ടേൺഡ് ഔട്ട്, ഇതൊന്നും കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് സെറ്റ് ഓഫ് റൈമിംഗ് പെയേഴ്സ്. കറക്റ്റ് പെയർ റൈമിംഗ് പെയേഴ്സിന് ടിക്ക് ചെയ്യുക. ടുക്ക്, ഹുക്ക്, സ്ലോ, സിങ്. സ്ലോ, സിങ് ഇവിടെ പോയി അല്ലേ. അതായത് ഒരുപോലെ വരുന്ന വാക്കുകളാണ് റൈമിംഗ് പെയേഴ്സ് അല്ലേ. ഒരുപോലെ എൻഡ് ചെയ്യുന്ന വാക്കുകൾ, അവസാനിക്കുന്ന വാക്കുകൾ. നെക്സ്റ്റ്, അപ്പം എ അല്ല, സ്ലോ, ഗ്ലോ, ടുക്ക്, ലുക്ക്, വാക്ക്, ടോക്ക്. ഓപ്ഷൻ ബി കറക്റ്റായിട്ട് വരുന്നുണ്ട് അല്ലേ. ഇനി സി നോക്കാം. ബുക്ക്, വാക്ക്, ടുക്ക്, ടോക്ക്, സിങ്, സ്ലോ. ഇവിടെ സിങ് സ്ലോ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അവിടെ തെറ്റിയല്ലേ. ഇനി സിങ്, ഹുക്ക്, ടുക്ക്, വാക്ക്, ടോക്ക്. സിങ്, ബുക്ക് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, അവിടെയും തെറ്റിയല്ലേ. അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള പെയർ. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. കറക്റ്റായിട്ട് സ്പെൽ ചെയ്തിരിക്കുന്ന വാക്ക് കണ്ടെത്താനാണ്.
ഇത് നിങ്ങൾ നന്നായിട്ട് നോക്കുക ഏതാണ് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്. ന്യൂമറസ് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത്, ബാക്കിയൊക്കെ തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ്, സം വേർഡ്സ് വിത്ത് സിമിലർ മീനിങ് ആർ ഗിവൺ ബിലോ, ഐഡൻറ്റിഫൈ ദ ഫോൾസ് വൺ. ചില വാക്കുകൾ ഒരുപോലെയുള്ള അർത്ഥം വരുന്ന വാക്കുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തെറ്റായിട്ട് വരുന്ന ജോഡിയാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. റിമെമ്പർ, റീകോൾ ശരിയാണ്. ഗ്രാബ്, സ്നാച്ച് അതും ശരിയാണ്. അഡ്മിറ്റ്, ഡിനൈ അത് തെറ്റാണ് അല്ലേ. അപ്പോൾ തെറ്റായിട്ട് വരുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ സി ആണ്. അപ്പോൾ നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത് ഓപ്ഷൻ സിക്കാണ്. നെക്സ്റ്റ്, ചൂസ് ദ കറക്റ്റ് ഡിസ്ക്രൈബിംഗ് വേർഡ് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ്. കറക്റ്റ് ആയിട്ടുള്ള ഡിസ്ക്രൈബിംഗ് വേർഡ് വെച്ചിട്ട് സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ദ ഡാഷ് ക്യാറ്റ് ക്ലൈംബ്ഡ് ദ വാൾ. ഇവിടെ ക്യാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, ക്യാറ്റിനെ വിശദീകരിക്കുന്ന വാക്കാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ക്വിക്ക്ലി മാച്ച് അല്ല, ജമ്പ് മാച്ച് അല്ല, ക്ലൈംബ് മാച്ച് അല്ല. ബ്ലാക്ക് ക്യാറ്റ് എന്ന് പറയാം അല്ലേ. എങ്ങനെയുള്ള ക്യാറ്റാണ്? എങ്ങനെയുള്ള പൂച്ചയാണ്? കറുത്ത കളറുള്ള പൂച്ച അല്ലേ. അപ്പം ക്യാറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വാക്ക് ഏതാണ്? ബ്ലാക്ക് എന്നുള്ള വാക്ക് കൊണ്ട് ഡിസ്ക്രൈബ് ചെയ്യാം അല്ലേ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, അലോൺ വി ക്യാൻ ഡു സോ ലിറ്റിൽ, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച്. ഒറ്റക്കാണെങ്കിൽ കുറച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കൂ, ഒരുമിച്ചാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. ഇത് മീൻ ചെയ്യുന്നത്, ഇത് അർത്ഥമാക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? യൂണിറ്റി ഈസ് സ്ട്രെങ്ത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഗണിതം. തോമസും കൂട്ടുകാരും സംഖ്യാ കാർഡുകൾ കൊണ്ട് കളിക്കുകയാണ്. 4, 2, 8, 5 എന്നിവയാണ് തോമസിന് ലഭിച്ച അക്കങ്ങൾ. ഇവ ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമായി വരുന്ന സംഖ്യ. അത് നിങ്ങൾ സംഖ്യയല്ല എഴുതേണ്ടത് ഈ ഓപ്ഷനിൽ. അതായത് നിങ്ങൾ ഈ 4, 2, 8, 5 എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ആദ്യം കാണുക, പിന്നെ ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ കാണുക, അത് രണ്ടും തമ്മിൽ കുറക്കുക. അങ്ങനെ വ്യത്യാസമായിട്ട് കിട്ടുന്ന സംഖ്യ ഈ ഓപ്ഷനിൽ ഏതാണോ കറക്റ്റായിട്ട് വരുന്നത് അതിനാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വ്യത്യാസം കാണാം. 4, 2, 8, 5 എന്നിവ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നാലക്ക സംഖ്യ ഏതാണ്? ഫസ്റ്റിൽ വലിയ അക്കം എഴുതുക. 8, 5, 4, 2 ഇതാണ് വലിയ സംഖ്യ. ഇനി ഇതിൽ നിന്ന് എത്ര കുറക്കുക? ചെറിയ സംഖ്യ കുറക്കുക അല്ലെ. ചെറിയ സംഖ്യ ഏതാണ്? ചെറിയ അക്കം ആദ്യം എഴുതുക. 2, 4, 5, 8. ഇത് കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? നിങ്ങൾ കുറച്ച് നോക്കുക. 6084 കിട്ടുക. ഈ 6084 ഏത് ഓപ്ഷനാണ് മാച്ച് ആകുന്നത്? 6000-നും 6050-നും ഇടയിലല്ല അല്ലേ. പിന്നെ ഏതാണ്? 6050-നും 6100-നും ഇടയിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, 820 പത്തുകൾ പ്ലസ് 41 ഒന്നുകൾ എന്നതിൻ്റെ ഉത്തരമായി വരുന്ന സംഖ്യയുടെ ചില പ്രത്യേകതകൾ ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായ പ്രത്യേകതകൾ ഏതൊക്കെയാണ്? 820 പത്തുകൾ. 820 10 എന്ന് വെച്ചാൽ 820 ഗുണിക്കണം 10 സമം 8200 കൂട്ടണം 41 ഒന്നുകൾ. അപ്പോൾ സംഖ്യ ഏതാണ്? 8241 സംഖ്യ അല്ലേ. ഈ 8241 എങ്ങനെയാണ്? അക്കങ്ങളുടെ തുക 15 അല്ലേ. അതായത് 8 കൂട്ടണം 2 കൂട്ടണം 4 കൂട്ടണം 1 എത്രയാണ്? 10 ഉം 5 15. അപ്പോൾ ഇത് ശരിയാണ് കിട്ടുന്നത്. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കാം. 10ൻ്റെയും 1ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ 1000ൻ്റെയും 100ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ പകുതിയാണ്. 10ൻ്റെയും 1ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യ 4ഉം 1ഉം കൂട്ടിയത് 5ആണ്. അതെങ്ങനെയാണ്? 1000ൻ്റെയും 100ൻ്റെയും സ്ഥാനത്തെ അക്കങ്ങൾ ചേർന്ന സംഖ്യയുടെ പകുതിയാണ്. അപ്പോൾ 8ഉം 2ഉം കൂട്ടിക്കഴിഞ്ഞാൽ 10 ആണ്. ഈ 10ൻ്റെ പകുതി തന്നെയാണ് 5 കിട്ടുന്നത് അല്ലേ. അപ്പോൾ അതും രണ്ടാമത്തേത് ശരിയായിട്ടാണ് വരുന്നത്. ഇനി 8100-നും 9000-നും ഇടയിൽ ആണ്. അപ്പോൾ 8241 എന്നുള്ളത് 8100-നും 9000-നും ഇടയിലാണ്. അപ്പോൾ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി 824 നൂറുകളുണ്ട്. അപ്പോൾ 824 100 എന്നാൽ എത്രയാണ്? 824 ഗുണിക്കണം 100 82,400 കിട്ടുക അല്ലേ. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ നിങ്ങളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ശരിയായ പ്രത്യേകതകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രത്യേകതകൾ വരുന്നത്? 1, 2, 3 ശരിയായിട്ട് വരുന്നത്. അത് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. 1, 2, 3 എന്നിവ മാത്രം ശരിയാണ് അല്ലേ. അപ്പോൾ അതാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, 50, 100, 50, 10, 50, 1 ചേർന്ന് വരുന്ന നാലക്ക സംഖ്യയ്ക്ക് തുല്യമായി വരുന്നത് ഏതാണ്? 50, 100 എന്നാൽ 5000 അല്ലേ. 50, 10 500, 50, 1 50. അപ്പോൾ സംഖ്യ ഏതാണ്? 5550 സംഖ്യ അല്ലേ. 5550 സംഖ്യ. അപ്പോൾ നിങ്ങൾ ഈ ഉത്തരം കാണുന്ന സമയത്ത് ഫസ്റ്റിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ സംഖ്യ ആദ്യം കണ്ടുവെക്കുക. എന്നിട്ട് ഈ 5550 താഴെ കൊടുത്തതിൽ നിങ്ങൾ തുല്യമായി വരുന്നതാണ് നമ്മൾക്ക് കാണേണ്ടത്. 5, 1000, 50, 100 ആണോ?
5000 എന്നാൽ 5000 ആണ്. 50 100 എന്നാൽ എത്രയാണ്? 50 ആണ് അല്ലേ? അപ്പം 5000 50 100 എന്നാൽ 5050 ആണ് വരുന്നത് അല്ലേ? അപ്പം അത് ശരിയല്ല. ഇനി 10 500 10 100 2 200 1 50 അതും 5550 കിട്ടില്ല. നെക്സ്റ്റ് അടുത്ത് നോക്കുക. 5 500 9 100 3 200 അതും കിട്ടില്ല. നെക്സ്റ്റ് 10 500 2 200 1 100 1 50 10 500 എന്നാൽ എത്രയാണ്? 10 500 10 ഗുണിക്കണം 500 5000 ആണ്. ഇനി നെക്സ്റ്റ് 2 200 എന്നാൽ 400 ആണ്. 1 100 100 1 50 50 അപ്പോൾ ഇതൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 5550 കിട്ടും. അപ്പോൾ ഏതാണ്? 50 100 50 10 50 1 ചേർന്ന് വരുന്ന നാലക്ക സംഖ്യയ്ക്ക് തുല്യമായിട്ട് വരുന്നത് ഏതാണ്? അതായത് 50 100 50 10 50 1 എന്ന് പറഞ്ഞാൽ 5550 ആണ്. അതിന് തുല്യമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി 10 500 2 200 1 100 1 50 ആണ്. ശരി. നെക്സ്റ്റ് 12 വരികളിലായി അടുക്കിയിരിക്കുന്ന 48 ടോക്കണുകൾ 8 വരികളിലേക്ക് മാറ്റിയാൽ ഒരു നിരയിലെ ടോക്കണുകളുടെ എണ്ണത്തിൽ എത്ര വ്യത്യാസം വരും? 12 വരികളിലായി അടുക്കിയിരിക്കുന്ന 48 ടോക്കണുകൾ. അപ്പോൾ 12 വരികളിൽ 48 ടോക്കണുകൾ അടുക്കുമ്പോൾ ഒരു വരിയിൽ എത്രയുണ്ടാകും? 48 ഹരിക്കണം 12 ഒരു വരിയിൽ 4 എണ്ണമാണ് ഉണ്ടാകുക. ഈ ടോക്കണുകൾ എന്ത് ചെയ്തു? 8 വരികളിലേക്ക് മാറ്റി. 8 വരികളിലേക്ക് മാറ്റുമ്പോൾ 48 ടോക്കണുകൾ 8 വരികളിലേക്ക് മാറ്റുമ്പോൾ ഒരു വരിയിൽ എത്രയാണ് ഉണ്ടാവുക? 48 ഹരിക്കണം 8 6 ടോക്കണുകളാണ് ഒരു വരിയിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങളോട് എന്താണ് ചോദിച്ചത്? ഒരു നിരയിലെ ടോക്കണുകളുടെ എണ്ണത്തിൽ എത്ര വ്യത്യാസം വരും? അപ്പോൾ ആദ്യം ഉണ്ടായത് 4 ആണ്, ഇപ്പോൾ ആയത് 6 ആണ്. അപ്പോൾ വ്യത്യാസം എത്രയാണ് വരുന്നത്? ഓപ്ഷൻ എ 2 ആണ് വ്യത്യാസം വരുന്നത്. നെക്സ്റ്റ് 1 കൂട്ടണം 1 ഗുണിക്കണം 9 = 10. 2 കൂട്ടണം 2 ഗുണിക്കണം 9 = 20 എങ്കിൽ 78 കൂട്ടണം 78 ഗുണിക്കണം 9 എത്ര? നിങ്ങൾ ഇതിൻ്റെ ഇക്വേഷൻ്റെ ഓർഡർ നിങ്ങൾ നോക്കുക. 1 കൂട്ടണം 1 ഗുണിക്കണം 9 എന്നാൽ ഈ 1ൻ്റെ കൂടെ 0 കൂട്ടിയതാണ് 10 ഉത്തരം കിട്ടുന്നു. 2 കൂട്ടണം 2 ഗുണിക്കണം 9 എന്നാൽ ഈ 2ൻ്റെ കൂടെ ഒരു 0 എഴുതി, അപ്പം 20 കിട്ടി. അങ്ങനെയാണ് 78 കൂട്ടണം 78 ഗുണിക്കണം 9 78ൻ്റെ കൂടെ ഒരു 0 കൂട്ടിയാൽ 780 ആയിരിക്കും ഇതിൻ്റെ ഉത്തരം കിട്ടുക. അപ്പോൾ ഈ 780 വരുന്നത് ഓപ്ഷൻ എ ആണ് അല്ലേ? 1000 കുറക്കണം 220 ആണ് 780. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് എ പ്ലസ് ബി പ്ലസ് സി സമം ഡി. എ ഗുണിക്കണം ബി ഗുണിക്കണം സി സമം ഡി എങ്കിൽ ഡി ഗുണിക്കണം ഡി സമം എഫ് എത്രയാണ്? അപ്പോൾ ഇത് കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്ക് ഓപ്ഷൻ വെച്ചിട്ട് നോക്കിയാൽ മതി. ഇവിടെ ഓപ്ഷൻ എയിൽ നോക്കാം 44 ആണല്ലേ? ഈ 44 അതായത് ഡി ഗുണിക്കണം ഡി ആണ് എഫ് ആണ് നിങ്ങൾ കാണേണ്ടത്. അതായത് ഏതോ ഒരു സംഖ്യയെ അതേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് എഫ് കിട്ടുന്നത്. അപ്പം 44നെ 2 ഒരേ സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ 44 ഉത്തരം കിട്ടുന്നില്ല അല്ലേ? ഇനി 56 ആയിക്കഴിഞ്ഞാലും 2 ഒരേ സംഖ്യകളെ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ 56 ഒരിക്കലും ഉത്തരം കിട്ടില്ല. ഇനി 15 ആയിക്കഴിഞ്ഞാൽ 2 ഒരേ സംഖ്യകൾ, അതായത് ഇപ്പോൾ 3 ഗുണിക്കണം 3 9 ആണല്ലോ, അതുപോലെ 3 ഗുണിക്കണം 5 ആണ് 15. 2 ഒരേ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ നിങ്ങൾക്ക് 15 ഒരിക്കലും ഉത്തരം കിട്ടില്ല. ഇനി ഡി നോക്കാം 36. 6 ഗുണിക്കണം 6 ആണ് 36. അതായത് 2 ഒരേ സംഖ്യകൾ തമ്മിൽ ഗുണിച്ചിട്ട് ഉത്തരം കിട്ടുന്നത് 36 മാത്രമാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡി ഗുണിക്കണം ഡി സെയിം നമ്പർ ആണ് അല്ലേ? അപ്പം എഫ് ആണ് കാണേണ്ടത്. എഫ് ഏതായിരിക്കും? 36 ആയിരിക്കും. 2 ഒരേ സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോഴേ കിട്ടുന്ന ഉത്തരം 36 മാത്രമേ ഇതിൽ ഓപ്ഷനിലുള്ളൂ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ ഡി 36 ആണ് ആൻസർ. നെക്സ്റ്റ് 5000 മുതൽ 6000 വരെ എത്ര ഇരുവഴി സംഖ്യകളുണ്ട്? ഇരുവഴി സംഖ്യകൾ എന്നാൽ മുൻപിന്ന് ഇടത്തുനിന്ന് വലത്തോട്ട് വായിക്കുമ്പോഴും സെയിം നമ്പർ ആയിരിക്കും. ഇനി വലത്തുനിന്ന് ഇടത്തോട്ട് വായിക്കുമ്പോഴും സെയിം നമ്പർ ആയിരിക്കും. അങ്ങനെ വരുന്ന സംഖ്യകളാണ് ഇരുവഴി സംഖ്യകൾ. അപ്പോൾ 5000 മുതൽ 6000 വരെ എത്ര ഇരുവഴി സംഖ്യകളുണ്ട്? ഫസ്റ്റിൽ 5000 മുതൽ 6000 വരെയുള്ള സംഖ്യകൾ തുടങ്ങുന്നത് 5001 മുതൽ 5999 വരെയാണ് അല്ലേ? അപ്പോൾ 5001 എന്നുള്ളത് ഇരുവഴി സംഖ്യയല്ല. ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 5005ലാണ്. ഇനി അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എത്രയാണ്? 10 ഇരുവഴി സംഖ്യകളാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഈ രൂപത്തിൽ ആകെ എത്ര സമചതുരങ്ങൾ ഉണ്ട്? ഇതിൽ എത്ര സമചതുരമുള്ളത്? 4ഉം 4ഉം 8, 8ഉം നടുക്കുള്ള 4ഉം 12. പിന്നെ 12 കൂട്ടിക്കഴിഞ്ഞാൽ ഈ നടുക്കുള്ള ഒരു വലിയ സമചതുരം ഉണ്ടാക്കാം. 13. 13ഉം ഇതിങ്ങനെ ഒരു സമചതുരം ഉണ്ടാക്കാം. 14 പിന്നെ ഇങ്ങനെയും 15 എണ്ണം അല്ലേ? അപ്പോൾ ഓപ്ഷൻ ബി 15 ആണ്. നെക്സ്റ്റ് തേജസ് ഒരു കടയിൽ നിന്നും ബാഗും കുടയും നോട്ട് പുസ്തകങ്ങളും വാങ്ങി ആകെ 2550 രൂപയായി.
3000 രൂപ കടക്കാരന് നൽകി. കടക്കാരൻ ബാക്കി നൽകാൻ സാധ്യതയുള്ള നോട്ടുകൾ ഏതൊക്കെയാണ്? അപ്പം തേജസ് ഒരു കടയിൽ നിന്ന് ബാഗും കുടയും നോട്ട് പുസ്തകം വാങ്ങിയിട്ട് ആകെ 2550 രൂപയാണ് ആയത്. 3000 രൂപയാണ് കടക്കാരന് കൊടുത്തത്. അപ്പോൾ കടക്കാരൻ എത്രയായിരിക്കും ബാക്കി നൽകേണ്ടത്? 3000 കുറക്കണം 2550 എത്രയാണ് കിട്ടുക? 450 ആണ്. അപ്പോൾ ഈ 450 എങ്ങനെയാണ് വരുന്നത്? 5 100 5 10 അല്ല അല്ലേ? ഇനി 2 200 5 10 450 ആണ് അല്ലേ? ഇനി മൂന്നാമത്തെ 1 200 5 50 450 ആണ്. അപ്പോൾ ഏതാണ് ശരി? 2 3 ആണ് ശരി വരുന്നത് അല്ലേ? 2 3 ശരി വരുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഒരു കലണ്ടറിലെ കളങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചോദ്യചിഹ്നമിട്ട കളത്തിലെ തീയതി ഏതാണ്? ഇവിടെ 28 എഴുതിയിട്ടുണ്ട്. അപ്പോൾ 28ൻ്റെ തൊട്ട് മുൻപ് ഇവിടെ 27 ആയിരിക്കും. ഇനി ഇവിടെ 27 ആണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുകളിൽ ഈ 27ൽ നിന്ന് 7 കുറക്കുക. അപ്പോൾ എത്രയായിരിക്കും വരിക? 20 ആയിരിക്കും വരിക. ഇനി ഇവിടെ 20 ആണെങ്കിൽ ഇതിൻ്റെ തൊട്ട് മുൻപ് 19 ആയിരിക്കും. ഇനി 19ൻ്റെ തൊട്ട് മുകളിൽ ഇവിടെ എത്രയായിരിക്കും കിട്ടുക? 19ൽ നിന്ന് 7 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 12 ആയിരിക്കും കിട്ടുക. ഈ 12ൽ നിന്ന് 1 കുറച്ചതാണ് ഇവിടെയുള്ള സംഖ്യ. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടെടുത്ത് എത്രയാണ് വേണ്ടത്? 11. ഓപ്ഷൻ എ 11 ആണ്. നെക്സ്റ്റ്, പരിസര പഠനം. മത്സ്യത്തിൻ്റെ അനുകൂലനങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, അത് ശരിയാണ്. ശൽക്കങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു, അത് തെറ്റാണ്. ശകുലങ്ങൾ ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത്. തോണിയുടേതുപോലെ രണ്ടറ്റവും കൂർത്ത ശരീരാകൃതി, അതും ശരിയാണ്. ബാഹ്യകർണങ്ങൾ, കഴുത്ത് ഇവ ഉള്ളതിനാൽ ജലത്തിലൂടെ തടസ്സമില്ലാതെ നീന്തുന്നു, അത് തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1 3 ആണ് ശരി വരുന്നത് അല്ലേ? അപ്പോൾ 1 3 ശരി വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. വില്ലടിച്ചാൻ പാട്ട് മണവാളൻ്റെ ഗുണഗണങ്ങൾ പാടിയാണ് ആരംഭിക്കുന്നത്, അത് ശരിയാണ്. കേരളീയ വേഷം ധരിച്ച സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് പാട്ടുപാടി തിരുവാതിര കളിക്കുന്നു, അതും ശരിയാണ്. നായാട്ട്, തൊഴിൽ, അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും മംഗലംകളി പാട്ടിൻ്റെ വിഷയമാകാം, അത് തെറ്റാണ്. മാർഗംകളിക്ക് കേരളീയ ചരിത്രം വിവരിക്കുന്ന ഗാനങ്ങളാണ് ആലപിക്കുന്നത്, അതും തെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ്? 1 2 ആണ് ശരിയല്ലേ? അപ്പോൾ 1 2 ശരി വരുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആണല്ലേ? 1 2 ശരി. നെക്സ്റ്റ്, ശരിയായ കൂട്ടം ഏത്? കേരളം, തിരുവനന്തപുരം, കഥകളി, മലയാളം, അത് ശരിയായ കൂട്ടമാണല്ലേ? നെക്സ്റ്റ്, തമിഴ്നാട്, ചെന്നൈ, കുച്ചിപ്പുടി, തമിഴ്, അത് തെറ്റായ കൂട്ടമാണ്. ഉത്തർപ്രദേശ്, ലക്നൗ, കഥക്, ഹിന്ദി, അത് ശരിയായ കൂട്ടമാണ്. കർണാടക, ഗാന്ധിനഗർ, ഭരതനാട്യം, കന്നഡ, അത് തെറ്റായ കൂട്ടമാണ്. അപ്പോൾ ഏതാണ്? 1 3 ആണ് ശരിയായ കൂട്ടം അല്ലേ? 1 3 വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ? 1 3 ശരിയാണ്. നെക്സ്റ്റ്, പ്രസ്താവന. ചന്ദ്രൻ്റെ പ്രകാശിതമായ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി. ഇനി കാരണമാണ്, ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും എതിർദിശയിൽ നിലകൊള്ളുന്നതിനാൽ ചന്ദ്രൻ്റെ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം പൂർണ്ണമായി ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നു. അപ്പോൾ പ്രസ്താവന കൊടുത്തു, കാരണം കൊടുത്തു. ഇനി പ്രസ്താവനയും കാരണവും ശരിയാണ്. കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ്. ഇത് ശരിയാണല്ലേ? അപ്പോൾ ഓപ്ഷൻ എ ശരിയാണ്. പ്രസ്താവന ശരിയാണ്, കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമല്ല, അതാണ് ഓപ്ഷൻ ബി. അത് തെറ്റാണ്. അതായത് പ്രസ്താവനയും കാരണവും 2 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന സംഭവങ്ങളെ അവ നടന്ന സമയക്രമത്തിൽ ആദ്യം നടന്നത് മുതൽ അവസാനം നടന്നത് വരെ ശരിയായി ക്രമീകരിച്ചത് ഏത്? അപ്പോൾ ആദ്യം നടന്നത് ആദ്യം കൊടുത്തിട്ട് ആ രീതിയിൽ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം എങ്ങനെയാണ്? ഉപ്പ് സത്യാഗ്രഹം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല, ക്വിറ്റ് ഇന്ത്യ സമരം, മലബാർ കലാപം. ഇതിൽ ആദ്യം നടന്നത് ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയാണ് അല്ലേ? 1919. നെക്സ്റ്റ് രണ്ടാമത് നടന്നത് മലബാർ കലാപമാണ്. നെക്സ്റ്റ് മൂന്നാമത് ഉപ്പ് സത്യാഗ്രഹമാണ്. നാലാമത് ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ഏതാണ് ആദ്യം വരുന്നത്? 2 ആണ്. നെക്സ്റ്റ് 4 ആണ്. നെക്സ്റ്റ് 1 ആണ്. ലാസ്റ്റ് 3 ആണ് അല്ലേ? അപ്പോൾ 2 4 1 3 ആണ് ശരിയായ ജോഡി, ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളും അവർ അറിയപ്പെടുന്ന പേരുകളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. യോജിച്ചവ കണ്ടെത്തുക. അതിർത്തി ഗാന്ധി, വക്കം അബ്ദുൽ ഖാദർ മൗലവി, അത് തെറ്റാണല്ലേ? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി. ഇനി കേരള ഗാന്ധി, കേളപ്പൻ ശരിയാണ്. ഉരുക്കു മനുഷ്യൻ ബാലഗംഗാധര തിലക് തെറ്റാണല്ലേ? നേതാജി സുഭാഷ് ചന്ദ്രബോസ്, അത് ശരിയാണ്. അപ്പം ഏതാണ്? 2 4 ആണ് ശരി വരുന്നത് അല്ലേ? 2 4 ശരി വരുന്നത് ഓപ്ഷൻ സി ആണ്.
നെക്സ്റ്റ്, താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും പക്ഷികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത്? വിത്ത് വിതരണത്തിന് പക്ഷികൾ സഹായിക്കുന്നു, അത് ശരിയാണ്. സസ്യ വൈവിധ്യം നിലനിർത്താൻ പക്ഷികൾ സഹായിക്കുന്നു, അതും ശരിയാണ്. പക്ഷികളെ കൊണ്ട് കർഷകന് യാതൊരു പ്രയോജനവുമില്ല, അത് തെറ്റാണ് അല്ലേ. എല്ലാ പക്ഷികൾക്കും വ്യത്യസ്തങ്ങളായ അനുകൂലനങ്ങളാണ്, അതും ശരിയാണ്. അപ്പോൾ 1, 2, 4 ശരിയാണ്. 1, 2, 4 ശരിയാണ്. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ ബി അല്ലേ. 1, 2, 4 ശരിയാണ്. നെക്സ്റ്റ്, ദ്രാവകങ്ങളുടെ സവിശേഷതകൾ ശരിയായവ ഏതൊക്കെ? സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അത് ശരിയാണ് അല്ലേ. ദ്രാവകങ്ങൾക്ക് ഭാരമില്ല, അത് തെറ്റാണ്. ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതി ഇല്ല, അത് ശരിയാണ് അല്ലേ. നിശ്ചിത ആകൃതി ഇല്ല. അത് ഏത് പാത്രത്തിലേക്കാണ് ഒഴിക്കുന്നത് ആ പാത്രത്തിൻ്റെ ഷേപ്പായിരിക്കും അതിന് കിട്ടുക അല്ലേ. നെക്സ്റ്റ്, ദ്രാവകങ്ങൾ ഒഴുകുന്നവയല്ല, അത് തെറ്റാണ് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 1, 3 ആണ് ശരി. 1, 3 ശരി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, ഭൂമിയുടെ 2 ചലനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ശരിയായി വിശദീകരിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെ? 2 ചലനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ. ഭ്രമണത്തിന് 24 മണിക്കൂർ എടുക്കും, അത് ശരിയായ പ്രസ്താവനയാണ്. പരിക്രമണത്തിന് 365 ദിവസം തന്നെയാണ് എടുക്കുന്നത്, അതും ശരിയാണ്. ഭ്രമണം മൂലം പകലും രാത്രിയും ഉണ്ടാകുന്നു, അതും ശരിയാണ്. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നു, അതും ശരിയാണ്. അപ്പോൾ എല്ലാം ശരിയാണ് അല്ലേ. എല്ലാം ശരിയാണ് വരുന്നത് ഓപ്ഷൻ സി. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. പക്ഷേ ഇവിടെ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ 2 ചലനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ശരിയായി വിശദീകരിക്കുന്ന പ്രസ്താവനയാണ് പറഞ്ഞിരിക്കുന്നത്. ഭൂമിയുടെ 2 ചലനം, അതായത് ഭ്രമണവും പരിക്രമണവും തമ്മിലുള്ള ബന്ധത്തെ ശരിയായിട്ട് വിശദീകരിക്കുന്ന പ്രസ്താവന. അപ്പോൾ ബന്ധം പറയേണ്ടതുണ്ട്. അപ്പോൾ ബന്ധം പറയുന്നത് ഏതാണ്? ഫസ്റ്റിൽ ഭ്രമണത്തിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. രണ്ടാമത്തേതിൽ പരിക്രമണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൂന്നാമത്തേത് എന്താണ്? ഭ്രമണത്തിന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നാലാമത്തേതിൽ മാത്രമാണ് എന്ത്? ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നു. അതായത് ഭൂമി സ്വയം കറങ്ങുന്നത് ഭ്രമണമാണ്, സൂര്യനെ ചുറ്റുന്നത് പരിക്രമണമാണ്. അപ്പോൾ 2 പറഞ്ഞിട്ടുള്ളത് നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യന് വെച്ചിട്ട് നാലാമത്തെ സ്റ്റേറ്റ്മെൻ്റാണ് ആൻസറായിട്ട് വേണ്ടത്, പക്ഷേ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. ഓക്കെ. നെക്സ്റ്റ്, വ്യത്യസ്ത ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളും അവയുടെ അനുകൂലനങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ജോഡികൾ ഏതെല്ലാം? വ്യത്യസ്ത ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളും അവയുടെ അനുകൂലനമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഒട്ടകം മുതുകിലെ കൊഴുപ്പാണ് അല്ലേ. അപ്പോൾ 1 യോജിച്ചത് സി ആണ്. ഇനി മത്സ്യം ചെകിളപ്പൂക്കളാണ്, 2 എ ആണ്. താറാവ് ചർമ്മബന്ധിതമായ വിരലുകൾ, 3 ഡി ആണ്. പെൻഗിൻ ത്വക്കിനടിയിലെ കൊഴുപ്പ്, 4 ബി ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി ആണല്ലേ. 1 സി, 2 എ, 3 ഡി, 4 ബി അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, പൊതുവിജ്ഞാനം. കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റ തോഴി, ചീത്തകൾ കൊത്തി വലുക്കിയിലും ഏറ്റവും വൃത്തി വെടിപ്പെന്നോൾ. വരികൾ വായിച്ച് ഇതിൽ പരാമർശിച്ചിരിക്കുന്ന പക്ഷിയെ തിരിച്ചറിയുക. തത്ത, കാക്ക, വേഴാമ്പൽ, മയിൽ. ഏതാണ്? ഓപ്ഷൻ ബി കാക്കയാണ്. നെക്സ്റ്റ്, ആരുടെ ഔദ്യോഗിക വസതിയുടെ പുതിയ പേരാണ് ലോക് ഭവൻ? ഓപ്ഷൻ ഡി ഗവർണറുടെ വസതിയുടെ പേരാണ് ലോക് ഭവൻ. നെക്സ്റ്റ്, ശരിയായ ജോഡി കണ്ടെത്തുക. കാസർഗോഡിന് മാച്ചായത് ഏതാണ്? തേജസ്വിനി പുഴയാണ് അല്ലേ. നെക്സ്റ്റ്, കോഴിക്കോട് കല്ലായി ആണ്. കോട്ടയം മീനച്ചിലാറ്, തിരുവനന്തപുരം നെയ്യാർ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? എക്ക് മാച്ചായത് 3 ആണ്, ബിക്ക് മാച്ചായത് 1 ആണ്, സിക്ക് മാച്ചായത് 5 ആണല്ലേ, ഡിക്ക് മാച്ചായത് 4 ആണ്. അത് എങ്ങനെയാണ്? ഓപ്ഷൻ എ ആണല്ലേ. നെക്സ്റ്റ്, താഴെ പറയുന്നവ ശ്രദ്ധിച്ച് വായിക്കുക. കേരളം 1956 നവംബർ 1 രൂപീകൃതമായി. ശരിയാണ്. അന്ന് 5 ജില്ലകളാണ് ഉണ്ടായത്, അതും ശരിയാണ്. കേരളത്തിൽ 44 നദികളാണുള്ളത്, അതും ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം, അത് തെറ്റാണ്. യക്ഷഗാനമാണ് തനത് കലാരൂപം, അതും തെറ്റാണ്. ഇവയിൽ നിന്നും കേരളവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ, ഏതൊക്കെയാണ്? 3 എണ്ണമാണ്, ആദ്യത്തെ 3 എണ്ണമാണ് ശരിയായിട്ട് നമുക്ക് കിട്ടിയത് അല്ലേ. ഇനി നിങ്ങൾ ഓപ്ഷൻ ഏതാണ് അപ്പോൾ തിരഞ്ഞെടുക്കേണ്ടത്? 1, 2, 3 ശരിയാണ് അല്ലേ. അപ്പോൾ അതേതാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. നെക്സ്റ്റ്, പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരെന്ത്? എന്താണ്? ഓപ്ഷൻ ഡി ഓർണിത്തോളജിയാണ് പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേര്. നെക്സ്റ്റ്, തന്നിരിക്കുന്ന സൂചകങ്ങളിൽ നിന്ന് വ്യക്തിയെ തിരിച്ചറിയുക.
ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ചു. ആരായിരിക്കും? നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലായി അല്ലേ, ഗാന്ധിജി ആയിരിക്കാനാണ് സാധ്യത അല്ലേ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. 1925 ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനം നേരിട്ടു. ഇതെല്ലാം ആരാണ്? ഗാന്ധിജിയാണ് അല്ലേ, മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധി. നെക്സ്റ്റ്, കുട്ടികളിലെ ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായി ICT പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ ഏതാണ്? കെ ജിയോഗ്രഫിയാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന വ്യക്തികളിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തിയെ തിരിച്ചറിയുക. ശ്രീനിവാസൻ, മമ്മൂട്ടി, JC ഡാനിയൽ, മോഹൻലാൽ. ഓപ്ഷൻ ഡി മോഹൻലാൽ ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് എപ്പോഴാണ്? 2025 നവംബർ 1 കേരളത്തെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. നെക്സ്റ്റ്, 2026 ഫിഫ ലോകകപ്പിന് വേദിയാകാത്ത രാജ്യം ഏത്? 2026 ഫിഫ ലോകകപ്പിന് വേദിയാകാത്ത രാജ്യം ഏതാണ്? ഓപ്ഷൻ സി ഫ്രാൻസ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, CM കിഡ്സ് LSS എക്സാമിനേഷൻ പേപ്പർ 1 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി പേപ്പർ 2 ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.